ഹായ് മൈ ഡിയേഴ്സ്, എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ദേവ്സ് ടു പ്രവണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവിശ്രീ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? അതല്ല, ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു, അതിനെക്കുറിച്ച് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ആഴ്ചകളോളം നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? അതുമല്ല, ശരിക്കും ഇല്ലാത്ത അല്ലെങ്കിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമാധാനം പോകാറുണ്ടോ? അല്ലെങ്കിൽ അത് ആലോചിച്ച് നിങ്ങളുടെ ഉറക്കം കളയാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നാളുകളോളം ഓവർ തിങ്കിങ്, ആങ്സൈറ്റിയൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും മനസ്സിൻ്റെ ആ ഒരു ഇന്നർ വോയിസ് കുറയ്ക്കാനും ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സിമ്പിൾ പ്രാക്ടീസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ബ്രെയിൻ ഡംപ് പ്രാക്ടീസ് എന്ന് തന്നെയാണ് ഈ ഒരു പ്രാക്ടീസിൻ്റെ പേര്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഓവർ തിങ്കിങ് എന്നത്? ഒരുപാട് ചിന്തിക്കുന്നതല്ല ഓവർ തിങ്കിങ് ശരിക്കും. അതായത് ചിന്തിക്കുന്നത് നമ്മൾ മനുഷ്യരുടെ ഒരു സ്വാഭാവികമായ കഴിവ് തന്നെയാണ്. പക്ഷേ എന്താണ്, ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുക, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളെ ആവർത്തിച്ച് മനസ്സിൽ കൊണ്ടുവരിക, ഇല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത് ഇപ്പോഴേ വറിയാവുക, അല്ലെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അത് മൈൻഡിൽ ഇങ്ങനെ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുക, ഇതൊക്കെ ഓവർ തിങ്കിങ്ങിൻ്റെ പാർട്ടാണ്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഒരിക്കലും നമ്മളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യില്ല, നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യും. അപ്പോൾ ഓവർ തിങ്കിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ട്രാപ്പ് എവിടെയാണ്? നമ്മൾ ചിന്തിക്കുകയാണെന്നാണ് നമ്മൾ വിചാരിക്കുക, അല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്? ആ ചിന്തയിൽ നിന്ന് നമ്മളിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എനിക്കും വർഷങ്ങളോളം ഞാനും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയിട്ടുള്ളപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പ്രശ്നങ്ങൾ പലതും പുറത്തല്ല, എൻ്റെ തലയ്ക്കുള്ളിലാണ്. അതായത് നമ്മളുടെ തലയിൽ ഒരേ സമയം ഒരു 100 ടാബ് ഓണായി കിടക്കുന്നു. നമുക്കറിയാം, ഒരു ബ്രൗസറിൽ ഒരുപാട് ടാബുകൾ ഒരുമിച്ച് തുറന്നിട്ട് കഴിഞ്ഞാൽ സിസ്റ്റം സ്ലോ ആയി പോകും. അതുപോലെ നമ്മളുടെ മൈൻഡും സ്ലോ ആകും. നമ്മുടെ ഫോക്കസ് കുറയും, ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടാകും, നമ്മുടെ മൈൻഡ് ഭയങ്കര ടയേർഡായിട്ട് തോന്നും. ഇതൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലാതായിട്ട് മാറും. നമ്മൾ മൊത്തത്തിൽ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്ടിവിറ്റി, സൈക്കോളജി എന്നിവയെക്കുറിച്ചൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഒരു ബുക്കിൽ നിന്നും എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് കിട്ടിയ ഒരു കൺസെപ്റ്റാണ് ബ്രെയിൻ ഡംപിങ്. ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നൊരു ആശയം പ്രൊഡക്ടിവിറ്റി ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററായ ഡേവിഡ് അലൻ്റേതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറയുന്നൊരു ആശയമുണ്ട്. അതായത് നമ്മളുടെ തല വിവരങ്ങൾ സൂക്ഷിക്കാൻ മാത്രമല്ല, ആശയങ്ങളെ സൃഷ്ടിക്കാൻ കൂടിയുള്ളതാണ്. അതായത് ആവശ്യമായ വിവരങ്ങളെ സൂക്ഷിക്കുക, ആശയങ്ങളെ സൃഷ്ടിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഡംപ് ചെയ്ത് കളയുക. ഇത് വായിച്ചപ്പോൾ എനിക്കൊരു റിയലൈസേഷൻ ഉണ്ടായെന്ന് വെച്ചാൽ, എൻ്റെ തലയിൽ ഒരു സ്റ്റോറേജ് റൂമാണ്. അതിനകത്ത് ആവശ്യമുള്ളതിനധികവും ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ചെറിയൊരു പരീക്ഷണം പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു നോട്ട്ബുക്കോ വളരെ മനോഹരമായ ജേർണലോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു വേസ്റ്റ് പേപ്പറിൽ ആണ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ഈ നോട്ടീസ് ബുക്കില്ലേ അതിൻ്റെ ബാക്ക് സൈഡിൽ എഴുതി തുടങ്ങിയതാണ്. അതായത് വളരെ ഭംഗിയുള്ള പേപ്പറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, അതിനൊരു ഗ്രാമറോ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ്ങോ അങ്ങനെ ഒന്നും വേണ്ട. കാരണം നമ്മുടെ പോസിറ്റീവ് തോട്ട്സുകൾ മാത്രമല്ല ഇതിൽ വരുന്നത്, നമ്മളുടെ വിയേർഡായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പരസ്പര വിരുദ്ധം അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തലയിലുണ്ടാവും. അപ്പോൾ എന്ത് നമ്മളുടെ മൈൻഡിൽ തോന്നിയാലും ഒരു പേപ്പർ എടുക്കുക. അതായത് നമ്മളിങ്ങനെ ഓവർലോഡഡ് ആയി സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയിൽ വീണ്ടും ചിന്തിച്ച് ബുദ്ധിമുട്ടാൻ നിൽക്കേണ്ട, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ കൈ കിട്ടുന്നൊരു പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് എടുക്കുക, ഒരു പേന എടുക്കുക, അതിലേക്ക് മൈൻഡിലുള്ള കാര്യങ്ങൾ എഴുതുക. അപ്പം മൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകില്ലേ, നാളെ എന്ത് കുക്ക് ചെയ്യണമെന്നുണ്ടാകും, അല്ലെങ്കിൽ നാളെ നമുക്കൊരിടത്ത് പോകണം, നമ്മുടെ വർക്ക് ലോഡിനെ കുറിച്ചിട്ടുണ്ടാകണം, എന്തെങ്കിലും സബ്മിഷൻ ഉണ്ടെങ്കിൽ അത് കാണും, അല്ലെങ്കിൽ ഒരു ബില്ല് അടയ്ക്കണം എന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒരാൾ ട്രാവൽ പോയി അയാൾ എത്തിക്കാണുമോ, ഇങ്ങനെ പലതരം ടെൻഷനുകൾ കാണും. അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിച്ചേക്കാവുന്ന ഒരു
കാര്യത്തെ ഓർത്ത് ഇപ്പോഴേ സങ്കടപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴേ അതിനെക്കുറിച്ച് ഓർത്ത് ഒരു ആങ്സൈറ്റി ഉള്ളിലുണ്ടാകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഭാവിയിലേക്കുള്ള ഐഡിയാസും ഇതിൻ്റെ ഇടയിൽ കടന്ന് കറങ്ങുന്നുണ്ടാകും. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും വിഷോ ഗോളുകളോ ഒക്കെ ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് നമ്മളുടെ ചിന്തകളിൽ ഇങ്ങനെ കിടക്കുമായിരിക്കും. ഇതെല്ലാം ഒരേ സമയം തലയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പ്രധാന പ്രശ്നം. അപ്പോൾ ബ്രെയിൻ ഡംപ് ചെയ്യുമ്പോൾ അതിനെ എല്ലാത്തിനെയും എഴുതി വയ്ക്കുക. അതിനെ ഓർഡറിലൊന്നും എഴുതണ്ട, അപ്പം മൈൻഡിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ എഴുതുക. ഇതിപ്പോൾ നമുക്ക് നാളെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, നാളെ എനിക്ക് ഈ സ്ഥലത്ത് പോകണം, അതാണ് മൈൻഡിലുള്ളതെന്ന് വെച്ചാൽ അത് എഴുതുക. അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യണം, അത് ചെയ്യാൻ മറന്നു പോകരുത്. അല്ലെങ്കിൽ നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അതിന് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല, അത് അങ്ങനെ എഴുതിയേക്കാം. അല്ലെങ്കിൽ എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ ഈ ആൾ എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, എനിക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നടുത്ത് ഇന്നൊരു സംഭവം ഉണ്ടായി. ചിലപ്പോൾ നമ്മൾ ന്യൂസിലോ ഒക്കെ കാണുന്ന എന്തെങ്കിലും ഒരു വാർത്തയായിരിക്കും നമ്മളെ തളർത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണെങ്കിലും ഒക്കെ വിത്തൗട്ട് എനി ഫിൽട്ടർ നമ്മൾ ജസ്റ്റ് റൈറ്റ് ചെയ്യുക. നമ്മളവിടെ ജഡ്ജ്മെൻറ്റ് ചെയ്യരുത്. അയ്യേ ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ എഴുതണോ, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, എഴുതി വയ്ക്കാം. ഇനി ഇവിടെ പലർക്കും ഒരു സംശയം വരും, ഇത് എഴുതുന്നത് കൊണ്ട് എങ്ങനെ മാറും എന്ന്. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചത്. അപ്പം അതിൻ്റെ ബാക്കി കൂടെ പറയാം. അപ്പം നമ്മൾ ഒരു ചിന്ത തലയിലുള്ളപ്പോൾ അത് വലിയൊരു കാര്യമായിട്ട് തോന്നും അല്ലേ? അതേ ചിന്ത നമ്മൾ ആ പേപ്പറിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഭാരം നമുക്ക് കുറയും, നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഈ എഴുതി കഴിഞ്ഞ് പല കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ കിടന്നപ്പോൾ കുറച്ച് വലിയതായിട്ട് തോന്നി, അത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈറ്റായിട്ട് ഫീൽ ചെയ്യും. മാത്രമല്ല അതിന് പരിഹാരവും നമുക്ക് മാക്സിമം എല്ലാത്തിനും ഉള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഉത്തരം, നമ്മളുടെ മൈൻഡിനെ ബോധിപ്പിക്കുന്ന ഒരു ഉത്തരവും നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് കിട്ടിയില്ല, അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇന്ന സാധനങ്ങൾ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച് അവിടെ ഒരു മറുപടി എഴുതിയിട്ട് ആ ഒരു ചിന്തയെ അങ്ങ് ക്രോസ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജിന് അയാൾ എന്നോട് ഇങ്ങനെ പെരുമാറി, എനിക്കത് ഓക്കെ, അയാൾ എന്നോട് പെരുമാറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ നിൽക്കുകയുള്ളൂ എന്ന എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ആ ഒരു ചിന്തയെ, ആ ഒരു എഴുതിയ കാര്യത്തെ ക്രോസ് ചെയ്ത് കളയുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെ അതിന് നേർക്ക് എഴുതി വയ്ക്കുക. ഇതിപ്പോൾ എൻ്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല, സോ ഇന്ന് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, സമാധാനമായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കേണ്ടത് എന്ന് നമുക്ക് തന്നെ തോന്നും അല്ലേ? നമുക്ക് ആ ഒരു അവെയർനെസ് കിട്ടും, നമ്മുടെ ചിന്തകളെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി കിട്ടും, ഒരു ബോധമൊക്കെ നമുക്ക് വരും. അപ്പം ഇതാണ് ഒരു ബ്രെയിൻ ഡംപിങ്. മാത്രമല്ല മനസ്സിൽ കുന്നുകൂടി കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എഴുതി വയ്ക്കുമ്പോഴത്തേക്ക് എന്തോ ഒരു ഭാരം നമ്മളുടെ ഉള്ളിൽ നിന്നും ഒഴിഞ്ഞു പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പേഴ്സണലി ഉണ്ടായ ഒരു വലിയ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചിന്തകൾ ഇവിടെ കുറയുന്നില്ല, പക്ഷെ ചിന്തകളോടുള്ള ഒരു സമീപനം മാറി. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തയും ഞാനും ഒരു വടംവലിയാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യുക, എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക, അത് അല്ലാത്ത കാര്യങ്ങളെ ഫിൽട്ടർ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ ഒരു സ്റ്റേജിലെത്തി. ചിന്തകൾ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ചിന്തകൾ വന്നു പോകാറുണ്ട്. പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ബ്രെയിൻ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങ് അപ്രത്യക്ഷമാക്കുക എന്നുള്ളതല്ല. പക്ഷെ നമ്മളുടെ മനസ്സിലൊരു ക്ലാരിറ്റി ഉണ്ടാകും. ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ തന്നെ കാണാൻ പറ്റും. ആ നെക്സ്റ്റ് സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ ആങ്സൈറ്റി കുറയും. ആങ്സൈറ്റി കുറഞ്ഞാൽ തന്നെ നമുക്ക് ആക്ഷനും എളുപ്പമാകും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷിക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തു നോക്കുക. രാത്രിയെന്നോ പകലെന്നോ എപ്പോഴാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓവർലോഡഡ് ആയിട്ടിരിക്കുന്ന ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എഴുതുക. അതുപോലെ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് എങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതും നല്ലതാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മൾ കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു റിസൾട്ടിലേക്ക് എത്തുക. ഒരു 5 മിനിറ്റൊക്കെ മതിയായിരിക്കും, അല്ലെങ്കിൽ 5-10 മിനിറ്റ് മാക്സിമം മതിയായിരിക്കും. അപ്പോൾ
നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും കിട്ടും, ആവശ്യമില്ലാത്ത ഒഴിവാക്കേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും നമുക്ക് കിട്ടും. അപ്പം അതിലൂടെ തന്നെ നമുക്കൊരു സൊല്യൂഷനും കിട്ടും. ഒരു പക്ഷേ നമുക്കൊന്നും കിട്ടൂലായിരിക്കും, പക്ഷെ എന്താണ്, നമ്മളുടെ ഒരു മെൻ്റൽ സ്പേസ് ഉണ്ടല്ലോ, അത് ഒരു വലിയ കാര്യമാണ്. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതും അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. ഓവർ തിങ്കിങ് ഉള്ള ആളുകൾ സാധാരണയായിട്ട് വീക്കല്ല കേട്ടോ. മിക്കവാറും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ഓവർ തിങ്ക് ചെയ്യുന്നത്. അവർ ഒരുപാട് കെയർ ചെയ്യുന്നവരാണ്, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ്. പക്ഷെ ചിലപ്പോൾ ആ ഒരു കഴിവാണ് അവർക്ക് ഓവർലോഡായി പോകുന്നത്. അപ്പോൾ മനസ്സിന് ഒരു എക്സിറ്റ് ഡോർ വേണം ഉറപ്പായും. അപ്പോൾ ആ ഒരു എക്സിറ്റ് ഡോറ് പോലെയാണ് ഈ ഒരു ബ്രെയിൻ ഡംപ് തിയറി പ്രവർത്തിക്കുന്നത്. ഈ ഒരു പ്രാക്ടീസ് അതിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് സഹായിക്കുമോ എന്നറിയാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായും ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ഓവർ തിങ്കിങ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സമയം നോക്കി നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.